ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും KG ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ബിജു സോപാനം, അതായത് ഉപ്പും മുളകും ഫ്ലവേഴ്സ് ചാനൽ ഉപ്പും മുളകും സീരിയലിലെ ബിജു സോപാനം ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഉപ്പും മുളകും സീരിയലിലെ രണ്ട് നടന്മാർക്കെതിരെ അതിലൊരു നടി, പ്രമുഖ നടി ഒരു കേസ് കൊടുത്തിരുന്നു, മോശമായി പെരുമാറാൻ ശ്രമിച്ചു എന്നുള്ളൊരു കേസ്. അപ്പൊ ആ കേസിന്റെ വിധി ഏതാണ്ടൊക്കെ വരാറായി. അപ്പൊ അവർ ഈ ബിജു സോപാനം ആ നടനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വിധിയിലോട്ടാണ് വരുന്നതെന്നാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. ഇന്റർവ്യൂവിൽ പുള്ളിക്കാരന്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് കേസ് കൊടുത്ത സമയത്ത്, ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് ഇത് സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും പറയാൻ പറ്റില്ല. കാര്യം കേസ് ഈ കോടതിയിൽ നടക്കുന്നുണ്ട്, അങ്ങനെ പോകട്ടെ. പിന്നെ അതുമല്ല, പുള്ളിക്കാരൻ ഈ ഒരു കേസ് കൊടുത്ത സമയത്ത് ഫാമിലി പരമായിട്ട് ഒന്ന്, ഇപ്പം സ്വാഭാവികമായും ഒരു കേസൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫാമിലി ആയിട്ടും റിലേറ്റീവ്സ് ഒന്ന് ഒതുങ്ങും. അപ്പൊ ആ രീതിയിലൊന്നും ഒതുങ്ങിയതാണ്. അപ്പം നിയമപരമായി പോയാൽ മതി എന്നൊരു ഡിസിഷനിലാണ് സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും പറയാത്തത്. പിന്നെ ഇപ്പൊ ഏകദേശം ഒരു സമയമായി വിധി വരാറായി. അപ്പൊ ഇതിലും കേസ് കൊടുത്ത വേറൊരു ആളും കൂടെ ഉണ്ട് കേട്ടോ. ആളും ആളുടെ ഭാര്യയും നമ്മൾ പേരൊന്നും പറയുന്നില്ല, കാരണം വെറുതെ അവരെ ഇതിലും കൂടി വലിച്ചിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവർ ഇന്റർവ്യൂ കൊടുത്തത്. അപ്പൊ അതില് അവരും ഇത് സെയിം അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അവർക്ക് ആ സമയത്ത് വരാൻ പറ്റിയില്ല. കാര്യം അവർക്ക് മെന്റലിയും ഇമോഷണലി അവർ കുറെ വീക്കായി. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആയില്ല. അപ്പം നിയമപരമായി അവർ മുന്നോട്ട് പോയി. അപ്പൊ ആ ഒരു രീതിയിൽ അപ്പൊ മിക്ക റിയാക്ഷൻ ചാനലും അവരെ കുറ്റപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് അവർ ആ സമയത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല, അത് അവർ മറച്ചു വെക്കാൻ വേണ്ടി, അല്ലെ കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് മിക്കവരും അത് സംസാരിച്ചത്. ആ സമയം എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, വേറെ ഒരു വീഡിയോയിലും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പം ഒരു കേസ് വരുമ്പോഴത്തേക്കും മിക്കവരും റിയാക്ട് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇമോഷണലി അല്ലെങ്കിൽ വീക്കായി, ഫാമിലിയിലാണെങ്കിലും എല്ലാവരും. കാര്യം നമ്മളൊരു ഫാമിലിയായിട്ട് താമസിക്കും, അറിയാലോ, ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അവരെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കത്തുള്ളൂ. പിന്നെ ലീഗലി നോക്കിയിട്ട് നിൽക്കത്തുള്ളൂ. അതിനുശേഷം എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പക്ഷെ മിക്ക റിയാക്ഷൻസെല്ലാം പറഞ്ഞത് അവർ ആ സമയം മിണ്ടായിരുന്നത് ഇപ്പം വിളിപ്പിക്കാൻ വന്നേക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. ഓക്കെ, ഇപ്പം ഞങ്ങളത് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു, സെയിം കാര്യം എന്നാണ് ബിജു സോപാനം ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതേപോലെ തന്നെ പറയാതെ പറഞ്ഞു എന്ന രീതിയിൽ ആ നടിയുടെ ഒരു ഹിന്റും കൊടുക്കുന്നുണ്ട്. മുമ്പ് വന്ന ഇന്റർവ്യൂവിലും അതേപോലെ ഒരു ഹിന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് ഈ ഇന്നത്തെ കാലത്ത് നിയമത്തിലുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു പരിഗണന അവർ മിസ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്നത്തെ കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് എത്രയും പെട്ടെന്നൊരു നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു തീരുമാനം മാറ്റിയില്ലെങ്കിൽ അതിന് അനുഭവിക്കേണ്ടി വരുന്നത് നിരവധി ആൺപിള്ളേരും നിരവധി ഫാമിലീസ് ആയിരിക്കും. അതായത് ഇതിലിപ്പോ പൊതുവെ ഈ വന്ന പ്രതികളായിട്ടുള്ള രണ്ടുപേരും വന്ന ഇന്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടില്ല, ഇതൊരു കള്ളപ്പരാതിയാണ്, കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് കിട്ടിയപ്പോഴായിരിക്കും വന്നത്. കാരണം കേസ് നടക്കുമ്പോൾ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇതൊരു കേസിന്റെ രീതിയിൽ പോട്ടെ. അപ്പൊ ഇപ്പൊ അതിന്റെ വിധി വരുമ്പോൾ ഇവർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും വിധി വന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ കുറെ പേര് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മള് ഈ പറയുന്ന ആൾക്കാരുടെ ഒക്കെ മുഖം എല്ലാ മീഡിയസിലും എല്ലാ യൂട്യൂബ് ചാനൽസിലും ഒക്കെ വന്നു കഴിഞ്ഞു, ഈ രണ്ട് വ്യക്തികളുടെ മുഖം. അപ്പം ആ ഒരു ലേഡിയുടെ മുഖം എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ അഥവാ കാണിച്ചില്ലെങ്കിൽ തന്നെ ഓക്കെ, ഈ ഒരു കേസ് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ നിരപരാധിയാണ്, ഇതൊരു കള്ളപ്പരാതിയാണെങ്കിൽ ഈ ഒരു ലേഡിയുടെ മുഖം പുറത്തു കൊണ്ടുവന്ന് ഇവരൊക്കെ ഇടുവോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം ഈ പറയുന്ന രണ്ട് ആൾക്കാർക്കും അവരുടെ വീട്ടിലും കുട്ടികളുണ്ട്, അവരുടെ വീട്ടിൽ അമ്മമാരുണ്ട്, അവരുടെ വീട്ടിൽ ഭാര്യമാരുണ്ട്. അപ്പൊ അവരും പെണ്ണുങ്ങളാണ്. അപ്പൊ അവർക്ക് ഒരു നാണക്കേടാണ്. ഈവൻ ഇതില് ഈ ബിജു സോപാനം അല്ലാതെ വേറൊരാളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആൾക്ക് ഇപ്പോഴാണ് ഒരു കുട്ടിയായത്. സെക്കൻഡ് മാരേജ് ആണ്, രണ്ടുപേരും ഫിലിം ഫീൽഡിലുള്ളതാണ്. സെക്കൻഡ് മാരേജ് ആണ്, ഒരു കുട്ടിയായി. അപ്പോ ഇവര് വന്നിരുന്ന് പറയുമ്പോൾ പോലും അവര് നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ പോലും ഈവൻ ഇവര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്നും നമുക്ക് അറിയില്ല. ഇതിന് താഴെ വരുന്ന കമന്റ്സിൽ ഒരു കമന്റ് ഞാൻ കേട്ടത്, ഇവരെ ഇനിയിപ്പോ വെളുപ്പിച്ചല്ലേ പറ്റൂ, കാരണം കുട്ടിയായി പോയില്ലേ, കുട്ടിയുടെ തന്തയായി പോയില്ലേ, അതുകൊണ്ട് വെളുപ്പിച്ചല്ലേ പറ്റൂന്ന്. അപ്പം ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് വരുന്നത്. കാരണം ഇനിയിപ്പോ നാളെ തെളിഞ്ഞാലും ഇത് ഇവിടെ കേൾക്കണം, ഈ ഒരു ഫാമിലിക്ക് ഇത് കേട്ടേ പറ്റത്തുള്ളൂ. കാരണം എല്ലാവരും ഒരു നെഗറ്റീവ് വന്നു, അവർ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ വാഴ്ത്തിപ്പാടത്തൊന്നുമില്ല. നെഗറ്റീവ് വന്നത് പറയാനാണ് കൂടുതൽ പേർക്കും ഇഷ്ടം. അപ്പോഴും അവിടെ ആ നടി സേഫാ. കള്ളപ്പരാതി ആണെങ്കിൽ ആ ഒരു നടി അപ്പോഴും സേഫാ. ശരി, ഇനിയിപ്പോ ഒറിജിനൽ ഇരയാണെങ്കിൽ വരണ്ട, പക്ഷെ കള്ളപ്പരാതി ആണെങ്കിൽ എന്തിന് മുഖവും ഫേസോ ആരെങ്കിലും അറിഞ്ഞോ? ഇപ്പോഴും റൂമേഴ്സേ ഉള്ളൂ, 100% ഇല്ല.
ആൾ ഇന്നതാണ് എന്നുള്ളതിൽ. അതായത് ഇപ്പം പരാതി കൊടുത്തു, പ്രതികള് കുടുങ്ങി. അപ്പൊ അവര് മീഡിയയിലെല്ലാം അവരുടെ പിക്ചറും അവരുടെ എല്ലാ കാര്യവും എക്സ്പോസ് ആയി. പക്ഷെ പരാതിയിൽ കഴമ്പില്ലെന്ന് കോടതി കണ്ടു, അത് കള്ളപ്പരാതിയാന്ന് പ്രൂവൺ ആയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ പേര് എന്ന് പറയുന്ന വ്യക്തിയെ മീഡിയയിൽ കാണിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കഞ്ചാവിന്റെ കേസാണെങ്കിലും എന്ത് കേസാണെങ്കിലും സ്ത്രീകളെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇതൊരു കേസ് തന്നെയാണ്. കള്ളപ്പരാതി കൊടുത്ത് ഒരു ഫാമിലിയും അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട്, അതേപോലെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ കേസും തിരിച്ച് റിട്ടേൺ അതേ കണക്ക് കൊടുത്തിട്ട് അവരെ ഈ മീഡിയയിലും എല്ലാ പിക്ക് സഹിതം കാണിക്കുക. മാത്രമല്ല ആ ഒരു ലേഡി ഭയങ്കര ടോക്സിക് ആണ്. ഏത് രീതിയിൽ ഏത് അറ്റം വരെ പോണെങ്കിലും ഒരാളെ തകർക്കാൻ പോകും എന്നുള്ളതിന് എക്സാമ്പിൾ. അപ്പൊ ഇത് സേഫ് ആയി പോയി കഴിഞ്ഞാൽ ഇനി നാളെ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചാലും ഇതേ ഈ വ്യക്തി വേറെ വ്യക്തിയും വരാം, ഞാനൊരു ലേഡിയാണ്, ഞാൻ സേഫ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ മേലെ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ തിരിച്ച് അതേപോലെ നിയമം അതേപോലെ കേസ് തിരിച്ചു മാറി ഇവർക്കെതിരെ കൊടുത്തിട്ട് ഇതേപോലെ ഇവർക്ക് എങ്ങനെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത് സൈബർ ബുള്ളിങ്ങിൽ ഇട്ടിട്ടുണ്ടോ, അതേ കണക്ക് തന്നെ പുള്ളിക്കാരി അനുഭവിക്കുമ്പോ മേലെ ഇതേപോലെ ചെയ്യാൻ നിൽക്കുന്നവര് ചെയ്യത്തുമില്ല. മനസ്സിലായി? അപ്പൊ അതേ കണക്ക് അപ്പൊ നമ്മുടെ അതേപോലെ ഇക്വാലിറ്റി എന്നൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നവരാണല്ലോ ഉള്ളത്. അവരൊക്കെ ഈ ഒരു നിയമത്തിന്റെ കാര്യത്തിലൊക്കെ എവിടെ? അതിലില്ല. കാര്യം ഇത്തവണ ഈ ആൺപിള്ളേര് ബോയ്സും മെൻസ് ഈ നിരവധി ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട് ഈ നിയമത്തിന്റെ പേരിൽ. അപ്പം ഈ സ്ത്രീകൾക്ക് പരിഗണന ആവാം, പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്നവർക്ക് ഇതിന് തക്കതായ ഒരു വേറൊരു നിയമം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനൊരു പ്രത്യേകം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസ് വരുമ്പോൾ മീഡിയയും ഭയങ്കര അറ്റൻഷനും കാര്യങ്ങളൊക്കെ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കേസാകുമ്പോൾ പ്രത്യേകിച്ച് അറ്റൻഷനും കാര്യങ്ങളും ഭയങ്കരമാണ്. അപ്പൊ അത് ഈ പ്രതികൾ എന്ന് പറയുന്നവരെ ഫോട്ടോ സഹിതം ഏത് വിധേയം അങ്ങ് എക്സ്പോസ് ചെയ്യുക, സൈബർ ബുള്ളിങ് ചെയ്യുക, അവരുടെ ഫാമിലി അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇവരല്ല കേട്ടോ പറയണേ. എന്നാലും ഞാൻ പറയണേ, ഇപ്പൊ കുറെ കണ്ടുവരുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല് ഈ ഒരു മിക്ക പീഡിപ്പിച്ചു എന്ന് പറയുന്ന പരാതിയിലും സത്യമുണ്ട് കേട്ടോ, സത്യങ്ങൾ ഇല്ലാത്തതൊന്നല്ല. പക്ഷെ മിക്കതിലും കണ്ടുവരുന്ന ഇപ്പോൾ ഉള്ള ഒരു സിനേറിയോ എന്ന് പറയുന്നത് ഈ രണ്ടുപേരും തമ്മിൽ ആണും പെണ്ണും തമ്മിൽ റിലേഷൻ ആവുക, സമ്മതത്തോടു കൂടി അവര് സെക്സ് ചെയ്യുക, എല്ലാം കഴിഞ്ഞിട്ട് ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പിണങ്ങി അല്ലെങ്കിൽ ഇനി വേണ്ടെന്ന് പറയുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഓടിപ്പോയി എന്നെ ആള് പീഡിപ്പിച്ചു, എന്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങി, എന്നെ പറ്റിച്ചു, പൈസ ഇതാക്കി, എന്നെ ലോഡ്ജിൽ കൊണ്ടുപോയി ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ലോഡ്ജിൽ പോയി അത് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ വരുന്നത്. അപ്പൊ ഇത്രയും കാലത്തിനിടയിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, 2-3 വട്ടം പോയി കാണുന്നതിന് പ്രശ്നമില്ല, കൂടെ ഇരിക്കുന്നതിന് പ്രശ്നമില്ല, പിണങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇതൊരു പീഡനമായിട്ട് തോന്നിയത്. അപ്പൊ ഈ രണ്ടുപേരുടെ സമ്മതത്തോട് ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഒരാൾക്ക് മാത്രം ലാസ്റ്റ് വരുമ്പോൾ അതൊരു പീഡനം അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ട്രാപ്പിലാക്കുന്നത് എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നിയമം മാറേണ്ടതായിട്ട് ആവശ്യമുണ്ട്. കാര്യം ഇന്നത്തെ കാലത്ത് പഴയ കണക്കല്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഹേമ കമ്മിറ്റി വന്നപ്പോ തന്നെ ചറപറ ഒരുത്തി വന്നിട്ട് എന്നെ പിടിപ്പിച്ച്, ആ നടൻ എന്നെ പിടിപ്പിച്ച്, അത് ഓരോ ദിവസം ഓരോ നടന്മാരാ. ഇതറിയാൻ പറ്റില്ല, ഇത് ഒറ്റ ദിവസം നമുക്ക് ഇത് ഓരോ ദിവസം ഓരോ നടന്മാരെ ഓർമ്മ വരുന്നതെന്ന് തോന്നുന്നു. ഇന്നൊരു നടന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറൊരു നടന്റെ പേര് പറയുക, അതിന്റെ അടുത്ത ദിവസം വേറൊരു നടന്റെ പേര് പറയാം. ഇങ്ങനെ ഓരോ ദിവസം പേര് മാറ്റി അവര് കളിക്കുകയായിരുന്നു. ലാസ്റ്റ് അവര് തന്നെ മടുത്ത് കുഴഞ്ഞിട്ടാണ് അവര് നിർത്തി പേര് പറയുന്നത് നിർത്തിയിട്ട് പോയത്. ആരും മൈൻഡ് ആദ്യമൊക്കെ മീഡിയ എന്ന് പറഞ്ഞാൽ പുറക്കടക്കമാണ് അവരുടെ പുറക്കാണെന്ന് ഇന്റർവ്യൂ എടുക്കുക, വീട്ടിൽ പോകുന്നു, അവര് മീഡിയക്കാരെ കക്കൂസ് വരെ പോയി ഇന്റർവ്യൂ. ആ രീതിയിൽ അതിലും കോമൺ എന്താ വെച്ചാൽ ഇവര് പറഞ്ഞു ഫോട്ടോ കാണിക്കണ്ട, ഇല്ല എന്നെ കാണിച്ചെങ്കിലേ ഞാൻ ഇന്റർവ്യൂ ചെയ്യത്തുള്ളൂ. അവർക്ക് അങ്ങനെ പ്രൊമോഷൻ, അവരൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇത് നമ്മൾ കോമഡി ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരു പെണ്ണിന്റെ ഇത് കോമഡി ആയിട്ട് പറയാം, കോമഡി ആയിട്ട് കാണേണ്ട കാര്യങ്ങളാണ്. ചുമ്മാ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നാളെ പീഡിപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും പേര് പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ബോധം ഇല്ലായിരുന്നോ? ഇന്നാണോ കോമെന്ന് എണീറ്റ് വന്നത്? പേര് പറയാൻ തന്നെ ഇപ്പം എത്ര പേര് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പേര് പറഞ്ഞാൽ പോലും, ഓരോ ദിവസം ഓരോരോ പേര് പറഞ്ഞ് വെളിപ്പെടുത്തുന്നത് ഓരോ മാർവലിന്റെ സിനിമകളുടെ റിലീസ് ഡേറ്റ് വിടുന്ന നടക്കാം. ഓരോ ദിവസം ഓരോരോ നടന്റെ പേരാണ് റിലീസ് ചെയ്തത്. അപ്പൊ ആ ഒരു അവസ്ഥയാണ്. തമ്മിൽ പോലും കാണാത്ത നടന്റെ പേരൊക്കെയാ പറയുന്നത്. ഓരോ കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് ഒറിജിനൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ പോലും പുറത്ത് പറയുമ്പോൾ അത്രയ്ക്ക് ഉള്ളതാവുന്നു. ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇത് എന്താണ്, ഇതിൽ വിശ്വസിക്കാനുണ്ടോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു തോന്നലിൽ വരുന്ന രീതിയിലുള്ള വെറും ഇതേപോലെ ഇപ്പൊ നമ്മൾ ചിരിച്ചു പറഞ്ഞില്ലേ, ഒരു പീഡന പറയുന്നത് നമ്മൾ ചിരിച്ചു പറഞ്ഞു. അപ്പൊ ഇതേപോലെ ഇനി ഒരു പീഡന കേസ് വരുമ്പോഴും ആ ഒരു ഈ ഒരു നിലവാരം സംഭവമായിരിക്കും. നമ്മളത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മളത് കാര്യമായിട്ട് എടുക്കത്തില്ല.
ഇപ്പൊ പുലി വരുന്നതെന്ന് പറഞ്ഞ കണക്ക് ആ ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇത് നിയമം മാറേണ്ടതുണ്ട്. ഇപ്പം ഇതേപോലെയുള്ള വരുന്നവർക്ക് തിരിച്ച് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് അവിടെ എക്സ്പോസ് ചെയ്തിട്ട് ഇതേ കേസുകൾ തിരിച്ചിട്ട് കൊടുത്ത് അവർക്ക് പണി കൊടുക്കണം. എന്നാലേ ഇങ്ങനെ വരുന്ന ടീമുകൾക്ക് അതൊരു പാഠമാവത്തുള്ളൂ, ഇങ്ങനെ വരാതിരിക്കത്തുള്ളൂ. ഫോട്ടോ സഹിതം അങ്ങനെയെങ്കിലും കുറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്തുള്ളൂ. അല്ല എന്താ പറയാനാ, ഒരു ഫാമിലിയിലെ തന്നെ തകർക്കുന്ന രീതിയല്ല ഇങ്ങനെ കുറെ ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അവർക്ക് പിന്നെ ഒരു ഇന്ത്യയിൽ ഒരു കേസൊക്കെ നടക്കണമെങ്കിൽ എങ്ങനെയായാലും 1, 2, 3 ചിലർക്ക് 4-5 കൊല്ലം എടുക്കും. അപ്പൊ അത്രയും നാളെ അവർക്ക് വെളിയിറങ്ങണ്ടേ? അത്രയും നാളെ എല്ലാവരുടെ മുമ്പിൽ കുറ്റക്കാരെ വെളിയിറങ്ങണ്ടേന്ന് മാത്രമല്ല, സാമ്പത്തികമായി എത്രയാണ് കേസിനാണ്, ജോലി മുടങ്ങുന്നത്. അതേപോലെ വീട്ടിലെ പെണ്ണുങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊന്നും കോടതിക്കോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ലോയ്ക്കൊന്നും ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇത്ര കാര്യത്തിൽ പറയാനുള്ളത്. വലിയൊരു സംഭവമല്ല, പക്ഷെ ഇത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരാളും ഇതിന് പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ഇതിപ്പോ ഈ ഒരാളുമായിട്ടാണ് ഇങ്ങനെ, അത് വേണ്ടല്ലോ, അത് വേണമെന്നല്ല ഞാൻ പറയുമ്പോൾ, ഈ ഒരാളുടെ റിലേഷൻ മറ്റേ പേര് എന്തിനാ പറഞ്ഞെന്ന് അറിയത്തില്ല, നീ വേണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞത്. അപ്പോ ആ ഒരു നമ്മൾ മറ്റേ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പൊ അടുത്ത പ്രതി വന്ന് ആളുടെ ഭാഗം പറഞ്ഞപ്പോ അതും കൂടെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തോന്നിയോണ്ടാണ്. പക്ഷെ ഒരു കാര്യം വേണ്ടട്ടെ, ഇപ്പൊ എല്ലാ റിയാക്ഷൻ ചാനലും നേരത്തെ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. കാര്യം അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ പ്രശ്നങ്ങളിലും ഒരു കേസ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലായിരിക്കും എല്ലാവരും ഒരേപോലെ. അല്ല, അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം മിക്ക ആൾക്കാരും ഒരേപോലെ ചിന്തിക്കണമല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ മിക്ക ഇരിക്കുന്ന റിയാക്ഷൻ ചാനലിലും അവരൊരു ഫാമിലി അല്ല, പിള്ളേരാണ് റിയാക്ഷൻ ചാനലിൽ ഇരുന്നത്. അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒരു സ്വന്തമായിട്ട് ഒരു എന്താ പറയാ, ആയിട്ടില്ല അവർക്ക്. അപ്പൊ അവർ അത് വെച്ചിട്ട് സംസാരിക്കത്തുള്ളൂ. അവര് പറയുന്നത് ഒരു കേസ് വന്നു അപ്പോ തന്നെ വന്നങ്ങ് സംസാരില്ല. മറ്റേ ടോവിനെയാണ് വന്ന് നിവിൻ പോളി വന്ന് സംസാരിച്ച കണക്ക് എല്ലാവരും ഓടി വന്നു. അപ്പൊ തന്നെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് സംസാരിക്കണം. അങ്ങനെയുള്ള ചിന്താഗതികളാണ് അവരങ്ങനെ സംസാരിക്കത്തുള്ളൂ. ഞങ്ങളും ഞങ്ങളുടെ ഒരു കോളേജ് ടൈം ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ടൈമാണെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കുള്ളൂ. പക്ഷെ ഒരു ഫാമിലി ലൈഫിലേക്ക് അതായത് ഞങ്ങൾക്കുള്ളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ മാനം, നമ്മുടെ ഇത് ഒക്കെ നോക്കുന്ന ചിന്തിക്കുമ്പോഴാണ് നമ്മളിപ്പോ നമുക്കൊരു കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം, ഈ സോഷ്യൽ മീഡിയയിലോട്ടൊന്നും ഇടപെടണ്ട, ഇപ്പൊ ഒന്നും ചെയ്യേണ്ട എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരും കാണും. നോക്കാനില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം നമുക്ക് നമ്മുടെ ഫാമിലിയാണ് കയ്യിലിരിക്കുന്നത്. അപ്പൊ ഫാമിലിയെ വിട്ട് ഓൾറെഡി ചിന്തപ്പേരായി, അപ്പൊ ഫാമിലിയെ കൂടെ വിട്ട് അതിലേക്ക് ബാക്കിയുള്ളവരെ കൂടെ പറയേണ്ട രീതിയിൽ ആക്കാതിരിക്കുന്നതിലും ഭേദം ഉണ്ടായിരിക്കുന്നതല്ലേ. അപ്പൊ ഇപ്പം കുറെ സപ്പോർട്ടൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ട്. ബിജു സോപാനോ അവർക്കൊക്കെ വന്ന് വരുന്നുണ്ട്. അവർക്ക് കാര്യങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതേപോലെ എല്ലാവർക്കും മനസ്സിലായി സത്യം വിജയിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അവര് കള്ളക്കേസാണ് കൊടുത്തെങ്കിൽ തിരിച്ച് ഇത് കണക്ക് പണി കിട്ടട്ടെ. അപ്പൊ അതേ കണക്കുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യട്ടെ. അപ്പം ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.